നമ്മള് ചെടി മരുന്ന് വെട്ടി നശിപ്പിക്കാൻ പാടില്ല. അതെന്തേ? എടാ മരൊരു വരന്ന് കേട്ടിട്ടില്ലേ? ഒരു കുട്ടി എണീക്കുമ്പോ 10 തൈ വെക്കണം. ഇജ്ജ് എത്ര എണ്ണം വെച്ചു? ഇക്കറിയില്ല. എന്നാ ഞാൻ വെച്ചപ്പോ എൻ്റെ വാപ്പേ 10 തെങ്ങ വെച്ച്. അതെന്തീനു? എടാ അതാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്. മരോ ഓക്സിജനോ? അതെങ്ങനെ? ഇങ്ങോട്ട് വാ. എടാ ഇതെന്താ? ഏതോ? അല്ല, ഇതാണ് സസ്യങ്ങളുടെ അടുക്കള. ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുക. അപ്പൊ കത്തിക്കണ പോകല്ലേ, അതാണ് ഓക്സിജൻ. മണത്തോക്ക്, ഓക്സിജൻ്റെ ആണല്ലേ. നല്ല ബിരിയാണിന്റെ ആണുണ്ട്. ഇന്നവിടെ ബിരിയാണിയാണ്. കൊതിയൊരു കണ്ട വാ പോവാ. ഇതൊക്കെ ബാലവേലയും ശരിക്കും. ഇതൊക്കെ പോലീസിനോട് പറയണേ, എന്നാ ചേച്ചിന് ഇപ്പൊ കൊണ്ടുപോകും. ഇതേപോലെ എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടി കംപ്ലൈന്റ് ചെയ്തിട്ട് ടീച്ചറെ പോലീസ് കണ്ടുകൊണ്ട് ഇത് ഇപ്പോഴും ടീച്ചർ ചെയ്യില്ല. എൻ്റെ തലർക്കം മാറിയാ? മാറി. എന്നാ പോയി പണിയെടുത്തോ. അല്ല, കുറച്ചും കൂടി ഉണ്ട്. എനിക്ക് വേറെ ചുറ്റു വയ്യ. ഇതാ എടിയേ ഓര് നോക്കി നോക്ക്. ഒരാടെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. ഒരു കേടുമില്ല അവർക്കൊന്നും. ആ ദേവി ഇല്ലേ, അവിടെ മുഴുവൻ ഞാനാ വൃത്തിയാക്കിയത്. ഓളൊന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം ഞാനോ ഇവിടുത്തെ പ്ലാസ്റ്റിക് കൊത്ത ഞാനാ പെറുക്കിയത്. രണ്ടും കൂടി അവിടെ ടാങ്കും കുടിച്ചിരിക്കുക. എവിടെ? ദാ ഇവിടെ. നോക്കാനൊന്നുമില്ല, അവിടുന്ന് നോക്കാം. നോക്കട്ടെ. അയ്യോ ചേച്ചിയെ, 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 ചേച്ചിയെ. എന്താണ്? അയ്യോ എന്റെ കാല് എടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ. എന്താണ്? ചേച്ചിന്റെ കാലും മുള്ളുത്തി. എന്റെ കാലിലല്ലേ ചെരുപ്പ്? അത് സൈഡിലാ കുത്തിയേ. ഇരുന്ന അവിടെ വേദനിച്ചിട്ട് ഇവിടെ ഉണ്ട്. അയ്യോ വേണ്ട വേണ്ട, എന്റെ വീട്ടില് മുള്ളെടുക്കണ മിഷ്യൻ ഉണ്ട്. പോയത് മുള്ളെടുക്കണ്ടേ? വേണ്ട, പിന്നെ ഈ കുറച്ച് റെസ്റ്റ് എടുക്കട്ടോ. ടൈം കിട്ടൂലേ? കൊണ്ടുവരാം. അയ്യോ ചേച്ചിയെ, വെയ്യാന്നല്ലേ, റെസ്റ്റ് എടുത്തോട്ടോ. അവക്കെന്താ പറ്റി? നിങ്ങളെ മാത്രം അങ്ങനെ സൂചിച്ചിരിക്കണ്ട. അയ്യോ എന്താ ചെയ്യണ്? ചേച്ചിയിലാണ് ട്യൂഷനോട് പരിസരം വൃത്തിയാക്കി റോട്ടിൽ കേടുക, നാട്ടുകാർ പിടിച്ചടിക്കും. അത് വേറെ കേട്ടിട്ട് വിവരില്ലായ്മയുടെ തെറ്റല്ലല്ലോ. ബാ, കുറെ നേരം ഇല്ലട വന്നിരിക്കണേ, പോയി പണിയെടുത്തൂടെ? എന്റെ വയറുവേനൊന്നും മാറിയിട്ടില്ല. ഇത് എന്ത് ടാങ്കാണ്? ചേച്ചിക്ക് ഒരു നാരങ്ങയിലും പിഴിഞ്ഞിട്ടൂടെ? ഒരുമാതിരി തണുപ്പും ഇല്ല മധുരവും ഇല്ല. അനക്കും എന്നാ കുടിക്കണ്ടീ? എന്നെ പോലെ വെറുതെ ഇരിക്കല്ലേ, പണിയെടുത്തിട്ടാ വരുന്നേ. ഞാനവിടെ വെട്ടിയാണ്. ഇതൊക്കെ എന്ന് കൊലച്ച് പഴം തരാനാണ്. ഭൂഗർഭജലം. എന്ത് ഭൂഗർഭജലം? ജലനെ വിളിച്ചോണ്ട് ഞങ്ങളുടെ തലമുറകളായി കൈമാറി വരുന്ന സിദ്ധി. എൻ്റെ ഉപ്പുപ്പ എനിക്ക് മാത്രം പറഞ്ഞു തന്ന രഹസ്യം തുളുമ്പൽ വെള്ളം. ഏത് ഭൂഗർഭജലവും അതിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ. ഇതെന്ത് വെള്ള? എന്റെ പൊന്നു ശുക്ർ, അത് ഇങ്ങനെ ഒന്നല്ല ചെയ്യാ. ഞങ്ങളവിടെ തേങ്ങ വെച്ചിട്ടാ ചെയ്യല്. തേങ്ങ വെള്ളം, തുളുമ്പൽ വെള്ളം. കണ്ട കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭൂഗർഭജലം പിന്നെ അടിക്കൊരു പുഴയാണ് ഒഴുകണത്. ഈ നാടത്തെ വെള്ളക്ഷമയം മാറ്റൂ. കുഴിക്കടാ. എന്താണ് ചെയ്യുന്നേ?
ചേച്ചി ഇതിന്റെ അടിക്കൂടെ വലിയ ഭൂഗർഭജല പോണ്. എന്തുപോഴാരോട് പറഞ്ഞേ? ഞാൻ തെളിച്ചല്ലേ, ഇതേ കണ്ടില്ലേ? കണ്ടോ വാട്ടർ സപ്ലൈന്റെ പൈപ്പ് പോകണം അതിന്റെ അടി കൂടെ. പഞ്ചായത്തിന്റെ പൈപ്പാ. ഈ നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിക്കോ നിങ്ങള്? കയറിപ്പോയാ ഒരെണ്ണം ഒരു പണി എടുക്കണ്ട. ഒന്ന് പോകുന്നുണ്ടോ ഷുക്കൂറെ? വലിയപ്പോ ഓരോന്ന് പഠിപ്പിച്ചു തന്നെ ഞാൻ പിന്നെ വെറുതെ അടി വാങ്ങിക്കും നീ. എടേ ഇപ്പോഴും കല്ലുകളിച്ചിരിക്കുക. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണ്ടേ? സിനിമയല്ല, ഷോർട്ട് ഫിലിം. അതെ, ഞാൻ ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് അഭിനേതാക്കളായിരുന്നു ഇറങ്ങിയതാണ്. പിന്നെ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ പുറത്ത് നോക്കുന്നത് എന്ന് വെച്ചിട്ട് ബന്ധന്മാരെ പ്രവേശനം വേറെ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ട്യൂഷൻ പഠിക്കുക വരിക. ഒരു 10 രൂപ എടുത്തോളി. എന്തിനു 10 രൂപ? ഒരു 10 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. കാശ് കിട്ടുമ്പോൾ ഇങ്ങനെ എണ്ണ വെക്കല്ലോ. എന്നൊരു 10 രൂപ എടുത്ത് ചിലവാക്ക്. ഇത് കളി വെച്ചിട്ട് നേരെ സിനിമയ്ക്കാ. എന്തായാലും എല്ലാവരും വരും. ഈ പോണ്ടോ? പോണെന്ന് ആഗ്രഹമുണ്ട്, പോയിട്ടല്ലേ കാര്യമൊന്നുമില്ല. കൈയാട്ടിക്കാ, ഈ സിനിമ വിളിക്കുമ്പോൾ എൻ്റെ കൈ കടന്നു തീർക്കട്ടെ. കേട്ടു? 5 പതുക്കെ 2 അവിടെ അതാ. ഇതെന്ന് കാണാണ്ടായത്? എന്നാണ്ടായതാ? പുറത്തേക്ക് ഇട്ടയ്യാണ്. ഞാനല്ല, കാക്കയാണേ. ഒക്കെ കാക്കയ്ക്കാ കുറ്റം. ആ കാക്കയ്ക്ക് എന്നെ കുറ്റം. കാക്കയ്ക്ക് തിന്നാൻ കൊടുക്കൽ ഇത്തിരി കൂടുതലാ. അമ്മേ, അന്ന് പോയതല്ലടാ ഈ എന്റെ മോളെ ഭാവി നശിപ്പിച്ചിട്ട്. ഇറങ്ങി പോടെന്റെ വീട്ടിൽ നിന്ന്. അല്ല, അതിൻ്റെ പശ്ചാത്തലം പേര് നടക്കുകയാണ്. എനിക്ക് പ്രതികാരം ചെയ്യണം. എന്ത് പ്രതികാരം? നിങ്ങൾ ആദ്യം അയർന്ന് നിങ്ങൾ നിലത്തേക്ക് ഇറങ്ങിക്ക്. അതെ, ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നായിട്ട് വിടണം. സിനിമയിലേക്കൊന്നും എന്റെ മോളെ വിടുന്ന പ്രശ്നമില്ല. എന്താ? സിനിമാക്കാരൊന്നും ശരിയല്ല. ഈ TV ന്യൂസും പത്രത്തിലൊക്കെ കാണലുള്ളതല്ലേ. നിങ്ങൾ വല്ല സിനിമാക്കാരെയും കണ്ടെണ്ണോ? നിങ്ങളവിടെ കുത്തിരുന്ന് കുറ്റം പറയണത്? ഇന്ന് എന്റെ മോളെ നായികയാക്കണം, അതിന് പറ്റുമോ? നായികേ? നിങ്ങളത് ഓഡീഷന് വിടി, എന്നാലേ അറിയുള്ളൂ. ഓഡീഷന് വിടാച്ചെങ്കോള് മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പിടി, ചവിട്ട് നാടകം ഇതൊക്കെ കഴിഞ്ഞതാണ്. പിന്നെന്തിനാ അവൾക്ക് ഓഡീഷൻ? ഇനി എങ്ങാനും ഇവിടെ നായികയായി കഴിഞ്ഞ നായികയൊക്കെ വരെയാണ് നായികയുടെ അമ്മയ്ക്ക്. പിന്നെ നിങ്ങൾ വരണാണ് സിനിമ. അങ്ങനെ? ആ, എന്താ നിങ്ങളൊരു 10 രൂപ എടുത്തോളം വിടി. പൈസ കൊടുത്ത് സിനിമയിലേക്ക് വിടേണ്ടതൊന്നും ഓൾക്കില്ല. ഓളെ തേടി സിനിമാക്കാരും കണ്ടുവരും. അടുത്ത ഉടായ്പേട്ട് വന്നിരിക്ക ചക്കൻ. പോടാ അവിടെ നിന്ന്. എന്താ അമ്മ, ഒരു 10 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 10 രൂപ എങ്കിൽ തരാല്ലോ. 10 രൂപ വേണ്ടേ? തരാല്ല. 10 രൂപ ഇല്ലേ? ഞാൻ പെടുണ്ടാ. എന്താ ഇറങ്ങി? പിന്നെ തല്ലുണ്ടാക്കണ ഈ ശുക്കൂർ സാറ് ഓഡീഷൻ നടത്തൂല. കണ്ട. പിന്നെ നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ശുക്കൂർ സാറ് ഇന്നെ ഏൽപ്പിച്ചല്ലേ. എല്ലാരും ബഹളം വെക്കാതെ നിക്കുക. ശുക്കൂർ സാർ അകത്ത് കഥ എഴുതല്ലേ. എല്ലാരും എൻട്രി ഫീസ് എന്നിട്ട് ഉള്ളിൽ കയറിയിരിക്കും. അവിടെ പോയിരുന്ന് ഇതെന്തൊരു ചില്ലറേറ്റ് വന്നിക്കണേ. ഒരേ ഇതൊന്നും പാടില്ല ഓഡീഷൻ. പോട്ടെ, അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്നോ. ഇതെന്താ 5 റുപ്യ? എന്താ വെച്ചു നമുക്ക് പോയിരിക്കും. അവിടെ പോയിരിക്കും. പൈസ എവിടെ? പൈസ മിണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ മോന്തടിക്കാൻ വിളിക്കും കേട്ടോ. അസിസ്റ്റന്റ്, 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 അസിസ്റ്റന്റ്. അപ്പോൾ എല്ലാവർക്കും SK പ്രൊഡക്ഷന്റെ ഓഡിഷന് സ്വാഗതം. SK ആരാണ്? ശുക്കൂർ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ കുറച്ച് നിബന്ധനകളുണ്ട്. അത് പാലിക്കാൻ നിർബന്ധിതരാകണം. ഇവിടെ ഓരോരുത്തരും കഴിവുള്ളവരും കഴിവ് കെട്ടവരുമാണ്. ഇതിൽ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓഡിഷൻ വെച്ചിരിക്കുന്നത്. ഞാനൊരു സന്ദർഭം തരും, അത് നിങ്ങൾ ഓരോരുത്തരും സ്വയം ബാധ്യസ്ഥരാണ്. അപ്പോൾ താൻ വന്നോളൂ. എടോ, തനങ്ങാണ്ട് പോയി. ദേവി പകുതി പൈസ തന്നിട്ടുള്ളൂ. തന്നടക്കം ആരടോ ആവട്ടെ. ആ, താൻ ചെയ്യടോ. അപ്പോൾ തൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ പാട്ട് പാടും, ഡാൻസ് കളിക്കും, കുച്ചിപ്പിടി, മൊയ്യാട്ടം, അങ്ങനെ എല്ലാം ഉണ്ട്. പോരാത്തതിന് റീലും ചെയ്യും. അതിലിവിടെ പ്രസക്തിയില്ല. ഇത് സിനിമയാണ്. ഒരു ക്യാമറയുടെ പുറകിൽ 19 ആൾക്കാരെ വേർപ്പുണ്ട്.
അല്ലാതെ ഫോണിൻ്റെ മുന്നിൽ കടന്ന് നാടകം കളിക്കുന്നതല്ല സിനിമ. മനസ്സിലായോ തനിക്ക്? തൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് പുറത്തു പോകണം. തൻ്റെ ഭർത്താവിന് വിടുന്നില്ല. അവൻ ചെയ്തേ എടോ. ചേട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ സുമതിയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോണെന്ന്. വേണ്ട അതെന്താ ഞാൻ പോയാല്? വേണ്ട പറഞ്ഞില്ലേ. വിടമാട്ടെ, നീനെ എവിടുന്നെങ്കിലും പോക വിടമാട്ടെ. അയ്യോക്കെ നായെ, ഇന്നക്ക് ദുർഗാഷ്ടമി. ഒന്നെ കൊന്ന് ഓരത്തത്തെ കുടിച്ച് ഓങ്കാര നടന മാടുവേ. ഗംഗേ ശുക്കൂർക്ക, എനിക്ക് എന്ത് പറ്റി ശുക്കൂർക്ക? ശുക്കൂർക്ക ഒന്നും പറ്റില്ല. ജോണ് മാറിയിരിക്കും. ഇവിടെ ആരാ കുസുലു? അല്ല കുലുസു.